ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന വേറൊരു ടോപ്പിക്കാണ് ജനറേഷൻ ഓഫ് ഇ വേ ബിൽ. ഇ വേ ബില്ലിന്റെ ജനറേഷൻ അല്ലെങ്കിൽ എന്താണ് ഇ വേ ബില്ല്, ആരൊക്കെയാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത്, ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ഈ ഒരു ഇ വേ ബിൽ ജനറേറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ലീഗൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാൻഡറ്ററി ആയിട്ട് നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇ വേ ബിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബിൽ എന്ന് പറയുന്നത്? ഇ വേ ബിൽ ഇസ് എ ഡോക്യുമെന്റ് യൂസ്ഡ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. അതായത് ഒരാൾക്ക് തന്റെ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രാൻസ്പോർട്ടർ മാൻഡറ്ററി ആയിട്ടും കയ്യിൽ വെക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു ഇ വേ ബിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കാം, ഏതൊക്കെ കേസസിലാണ് നമുക്ക് ഈ ഒരു ഇ വേ ബിൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്? നോർമൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യേണ്ട സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ട് എന്റെ കമ്പനിക്കുണ്ടെങ്കിൽ എന്റെ ഒരു ബ്രാഞ്ചിലെ സ്റ്റോക്ക് മറ്റൊരു ബ്രാഞ്ചിലെ ബ്രാഞ്ചിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്റെ ഐറ്റംസ്, എന്റെ ഗുഡ്സിന് എന്തെങ്കിലും റിപ്പയർസ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വന്നിട്ട് ആ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്റെ ആ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും എനിക്ക് ഈ ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്റെ ഗുഡ്സിന് എന്തെങ്കിലും ജോബ് വർക്കിന് വേണ്ടി ഞാൻ മറ്റൊരാളുടെ അയക്കുകയാണ്, ആ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇ വേ ബില്ല് എല്ലാ മൂവ്മെന്റിനും വേണമെന്ന്. അല്ല, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ട് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഗുഡ്സിന്റെ ഇൻവോയ്സസ്, ഏത് ഇൻവോയ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡെലിവറി ചെല്ലാനോ അല്ലെങ്കിൽ ബില്ലോ സപ്ലൈ ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഗുഡ്സ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ഗുഡ്സ് മൂവ് ചെയ്യുന്ന ഇതിന്റെ വാല്യൂ, ആ ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിന്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഗുഡ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50,000 അല്ലെങ്കിൽ അതിന്റെ എബോവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാൻഡറ്ററി ആയിട്ട് ഈ ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാല്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഗുഡ്സിന്റെ വാല്യൂ 50,000 മുകളിലാണെങ്കിൽ നമ്മൾ മാൻഡറ്ററി ആയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഡെലിവറി ചെല്ലാൻ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ആർക്കൊക്കെയാണ് ഈ ഒരു ഡെലിവറി ചെല്ലാൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും എന്ത് ചെയ്യാം? ഈ ഒരു ഡെലിവറി ചെല്ലാൻ നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ഡൗട്ട് നോക്കും, ഞാൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, എനിക്ക് കുറച്ച് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാം, എന്റെ ഗുഡ്സിന്റെ വാല്യൂ 50,000 എബോ ആയപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റെസിപ്പിയന്റ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സണ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്ത് തരാനായിട്ടുള്ള ഓപ്ഷൻസും ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇ വേ ബില്ല് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് GST പോർട്ടൽ പോലെ ഒരു സെപ്പറേറ്റ് ഇ വേ ബിൽ പോർട്ടൽ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡ് ലോൺ പോർട്ടൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർട്ടൽ ത്രൂ ആണ് നമ്മൾ ഈ ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നെടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വേറെ API ആക്സസ് നമുക്ക് ഗവൺമെന്റ് ആ ഒരു പോർട്ടലിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പൊ ഏതെങ്കിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും നമ്മുടെ ആ ഒരു ഇവയിൽ പോർട്ടലൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ടൽ ത്രൂ ചെയ്യാതെ തന്നെ നമ്മുടെ ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലൂടെ തന്നെ ഈ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇ വേ ബില്ലിന്റെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇ വേ ബില്ലിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കാണുന്നതെന്ന് വെച്ചാൽ ഒരു QR കോഡ് ആയിരിക്കും. ആ ഒരു QR കോഡിലാണ് നമ്മുടെ എൻറ്റയർ ആയിട്ടുള്ള ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്കാൻ ചെയ്താൽ നമുക്ക് കിട്ടും. അതിന്റെ ഇൻവോയ്സിന്റെ വാല്യൂ, അതിന്റെ HSN കോഡ്, അതുപോലെ തന്നെ ഏത് ഗുഡ്സ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിന്റെ ട്രാൻസ്പോർട്ടറിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു പർട്ടിക്കുലർ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഇ വേ ബില്ലിനെ തന്നെ നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. പാർട്ട് A ആൻഡ് പാർട്ട് B എന്ന് പറയും. പാർട്ട് A എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി
സപ്ലയറിന്റെയും റെസിപ്പിയന്റിന്റെയും അഡ്രസ്സും ഡീറ്റെയിൽസും, അതുപോലെ തന്നെ നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന്റെ HSN കോഡ്, അതിന്റെ വാല്യൂ, ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അതിന്റെ ടാക്സ് എമൗണ്ട് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പാർട്ട് എയിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ എന്ന് പറയുന്നത് സോളി ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് ആണ്. ആ ഒരു പാർട്ട് ബിയിലാണ് നമ്മൾ ഏത് ട്രാൻസ്പോർട്ടർ ആണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അവരുടെ ഡീറ്റെയിൽസ്, ഇനി GTA പോലുള്ള ഏതെങ്കിലും ഏജൻസീസ് ത്രൂ ആണെങ്കിൽ ആ ഏജൻസീസിന്റെ ID, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടർ വെഹിക്കിളിന്റെ നമ്പർ, ഇനി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, റോഡാണോ റെയിൽ ആണോ എന്നൊക്കെ ഉള്ളത് ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കിലോമീറ്റേഴ്സ്, എത്ര കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ഗുഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാർട്ട് ബിയിൽ നിന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ഇതാണ് നമുക്ക് ഒരു വേ ബില്ലിനെ കുറിച്ചുള്ള ഓൾറെഡി നമുക്ക് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, കുറച്ച് നമ്മൾ ഇൻഡെപ്തിലോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഈ ഒരു വേ ബില്ലിനെ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്നുള്ളത്. ഈ ട്രാൻസിറ്റില് 50,000 എബോ ഉള്ള ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മളൊരു പോലീസ് നമ്മള് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഇൻവോയ്സ് അല്ലെങ്കിൽ വേ ബില്ല് നമ്മുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ലീഗലി അവർക്ക് മൂവ് ചെയ്യാനും ആ ഐറ്റത്തിന്റെ ടാക്സ് എമൗണ്ട് എത്രയാണോ അതിന്റെ 100% വരെ നമുക്ക് പെനാലിറ്റിയും, അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്സ് അവർക്ക് സീസ് ചെയ്ത് വെക്കാനുള്ള റൈറ്റ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വേ ബില്ല് ജനറേറ്റ് ചെയ്യുക. അതോടൊപ്പം ടാക്സ് ഡോക്യുമെന്റ്സ്, ഏതൊരു ഇൻവോയ്സ് ആവാം, ബിൽ ഓഫ് സപ്ലൈ, ഡെലിവറി ചെല്ലാനോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് കയ്യിൽ കരുതിയിരിക്കണം. ഓക്കെ, നമുക്ക് അഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡെലിവറി ചെല്ലാനെ പറ്റി പറയുമ്പോൾ നമുക്ക് 2 ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ആവാം. ഒന്നെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് ആയിരിക്കാം. ആസ് ഓഫ് നോ ഇന്റർ സ്റ്റേറ്റിനും ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റിനും നമുക്ക് ഈ ഒരു ഡെലിവറി ചെല്ലാൻ ആവശ്യമുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊരു കോൺസെപ്റ്റ് ആണ്, നമ്മളിപ്പോ ഈ ഒരു വേ ബില്ല് ജനറേറ്റ് ചെയ്തെന്നിരിക്കട്ടെ, വേ ബില്ല് ജനറേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്സ് പറ്റി. ഫോർ എക്സാമ്പിൾ നമ്മൾ അടിച്ചു കൊടുത്ത ഇൻവോയ്സിന്റെ വാല്യൂ തെറ്റിപ്പോയി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ DSTN കൊടുത്തത് മാറ്റിപ്പോയി. ഈ ഒക്കെ കേസിൽ നമുക്ക് വേ ബില്ല് ജനറേറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് നമുക്ക് വേ ബില്ല് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും, പ്രൊവൈഡഡ് 24 hours മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വേ ബില്ല് ക്യാൻസൽ ചെയ്തിരിക്കണം. ജനറേറ്റ് ചെയ്ത് 24 hours നമുക്ക് പോർട്ടൽ ത്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വേ ബില്ലിന്റെ ആ ഒരു അക്നോളജ് നമ്പർ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ ജനറേറ്റഡ് ആയി പോയിട്ടുള്ള വേ ബില്ല് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത വേ ബില്ലിന്റെ വാലിഡിറ്റിയെ കുറിച്ച്. ഈ വേ ബില്ലിന്റെ വാലിഡിറ്റി സോളി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കിലോമീറ്റേഴ്സ് വി ട്രാവൽ. അതായത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസിന്റെ എവിടെയാണോ അത് എത്തേണ്ടത് അവിടെ നമ്മൾ കവർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനനുസരിച്ചായിരിക്കും നമ്മൾ വേ ബില്ലിന്റെ വാലിഡിറ്റി വരുന്നത്. അത് 24 hours to 2 days 3 days വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, ആ ഒരു വാലിഡിറ്റി ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കും, സോളി ബേസ്ഡ് അപ്പോൺ ദി കിലോമീറ്റേഴ്സ് കവർ. ദെൻ നമുക്ക് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് വെച്ചാൽ എല്ലാ ടൈപ്പ് ഓഫ് ഗുഡ്സിനും നമുക്ക് ഈ ഒരു ഡെലിവറി ചെല്ലാൻ ആവശ്യമുണ്ടോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഡേ ടു ഡേ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ത്രൂ ആണ് ഓരോ ഗുഡ്സിനെയും ഈ ഒരു വേ ബില്ലിന്റെ കവറേജിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഗവൺമെന്റിന് ഒരു പ്രത്യേക ഷെഡ്യൂൾ ഉണ്ട്, ആ ഷെഡ്യൂളിൽ ക്ലിയർലി സ്പെസിഫൈ ചെയ്യും ഏതൊക്കെ ഐറ്റംസിനാണ് നമുക്ക് വേ ബില്ല് വരേണ്ടതെന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെന്റ് നമുക്ക്, അതായത് ഒരു ജാനുവരി 2025 നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് വേ ബിൽ ഓൺ ഗോൾഡ് എന്ന് പറഞ്ഞത്. അതായത് ഇത്രയും നാളും നമ്മൾ ഗോൾഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വേ ബില്ലിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പൊ തൊട്ട് നമ്മുടെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്ന് ഗോൾഡിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വേ ബില്ല് എടുക്കണം എന്നുള്ളത്. ഇങ്ങനെ വേ ബില്ല് എടുക്കുമ്പോൾ
സെയിം എമൗണ്ട് ലിമിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും വേരിഫൈ ചെയ്യുന്നുണ്ട്. ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇവർ കൊണ്ടുവരും. നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ ഡെലിവറി ചെല്ലാന് 50,000 ആണ് ലിമിറ്റ് വെച്ചേക്കുന്നതെങ്കിൽ ഗോൾഡിന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഗോൾഡിന്റെ ആ ഒരു പെർ ഇൻവോയ്സ് വാല്യൂ 10 lakh എബോവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, EV ബില്ല് ജനറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിലൊരു ക്ലോസ് കൂടെ അവിടെ വെച്ചിട്ടുണ്ട്, ഇറ്റ് ഇസ് ഓൺലി ആപ്ലിക്കബിൾ ഇൻ കേരള. അതായത് സെൻട്രൽ ഗവൺമെന്റ് പവർ ഉണ്ട്, എംപവർ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും പവർ കൊടുത്തിട്ടുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കൊണ്ടുവരാം എന്നുള്ളത്. ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഐറ്റം ആയിരുന്നു ഗോൾഡ്. അപ്പോ ഇപ്പൊ കറന്റ്ലി കേരള ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇറക്കിയതാണ് EV ബില്ല് ഗോൾഡ് വേണം എന്നുള്ളത്. EV ബില്ലിന്റെ ആ ഒരു പരിധിയിൽ ഗോൾഡിനെയും കൂടെ കൊണ്ടുവന്നു. ഒരു കൺസൈൻമെന്റിന്റെ വാല്യൂ ആണ് 10 lakh എന്ന് പറയുന്നത്. അതായത് ഒരു കൺസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം A എന്ന് പറയുന്ന ഒരു സപ്ലയർ B എന്ന് പറയുന്ന റെസിപ്പിയന്റിലേക്ക് കുറച്ച് ഗോൾഡ് എത്തിക്കുന്നു. അതിലൊരു 5 ഇൻവോയ്സസ് ഉണ്ട്. അതില് 4 ഇൻവോയ്സസ് 10 lakh എബോവും ഒരു ഇൻവോയ്സസ് 10 lakhന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫുൾ 5 ഇൻവോയ്സസിന് എന്ത് ചെയ്യണം, EV ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ആ ഒരു ഫുൾ കൺസൈൻമെന്റ് എടുക്കുമ്പോൾ 10 lakhന് എബോവ് പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിന്റെ വാല്യൂ 10 lakhന് താഴെയാണെങ്കിൽ കൂടി ആ 5 ഇൻവോയ്സിനും നമ്മൾ EV ബില്ല് എടുത്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കേസ് പറയുന്നത് വെച്ചാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറ്റ് ഈസ് ഓൺലി ഇൻ കേരള ഗവൺമെന്റ് ആണ് ഇത് നോട്ടിഫൈ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വിത്തിൻ കേരളയ്ക്കുള്ള മൂവ്മെന്റിന് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ EV ബിൽ ഫോർ ഗോൾഡ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. അപ്പോ EV ബില്ലിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് കവർ ചെയ്തത്. താങ്ക് യു.